Hi everyone, welcome to your health and wellness. It's me Jalal from Al Zaytun Pharmacy, Kalba Fujairah. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടെർമറിക്കിനെ കുറിച്ചാണ്, അതായത് മഞ്ഞൾ. 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതികളിലും നമ്മുടെ ഗ്രാൻഡ്മാ റെമഡീസിലെല്ലാം വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനമായിരുന്ന മഞ്ഞൾ അമേരിക്കയിലെ മിസിസിപ്പിയിലുള്ള യൂണിവേഴ്സിറ്റിക്ക് പേറ്റൻറ്റ് വരെ ലഭിക്കാൻ കാരണമായ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ മഞ്ഞളിന് ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മഞ്ഞളിനുണ്ട്. നമ്മളിന്നിവിടെ അതിൻ്റെ ചില ഗുണങ്ങളും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഡെയിലി ബേസിസിൽ മഞ്ഞൾ കഴിച്ചാൽ നമുക്ക് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. പണ്ട് കാലങ്ങളിലൊക്കെ പ്രസവം കഴിഞ്ഞ സ്ത്രീകളും അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ശരീരത്തിൽ കുളിക്കുന്നതിന് മുമ്പൊക്കെ മഞ്ഞൾ തേച്ച് കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷൻസ് എല്ലാം കുറവായിരുന്നു. പണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് എല്ലാം വളരെ കുറവായിരുന്നു. സ്കിന്നിൽ സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു, ഒരു ഗ്ലോ ഉണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം വളരെ കുറവാണ്. എല്ലാവർക്കും സ്കിൻ അലർജീസും ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ബേസിസിൽ മഞ്ഞൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ മഞ്ഞൾ ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, മഞ്ഞൾ ബോഡി പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഇൻഫെക്ഷൻസും ഈ ഇറിറ്റേഷൻസും എല്ലാം ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് കഴിയും. മഞ്ഞൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കുർക്കുമിൻ എന്നുള്ള രാസപദാർത്ഥമാണ്. ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുർക്കുമിൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്രോ സെല്ലുലാർ ഇൻഫ്ലമേഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന സെൽസ് ഡീജനറേഷൻസിനെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുർക്കുമിൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതായത് നെഞ്ഞെരിച്ചിൽ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കുർക്കുമിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഇതിനെല്ലാം കുർക്കുമിൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലർജി തടയാൻ വേണ്ടിയിട്ടും നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാം. നമുക്ക് വിട്ടുമാറാത്ത ചുമ, അതുപോലെ തന്നെ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് പണ്ട് കാലങ്ങളിലെല്ലാം നമുക്ക് തേനിൽ മഞ്ഞൾ കലക്കി തരും. അതുപോലെ തന്നെ നാവിൽ മഞ്ഞൾ വെച്ചാൽ ആ ചുമയുടെ ആ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. തൊണ്ടയിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മഞ്ഞൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കുർക്കുമിൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കുർക്കുമിൻ ട്യൂമറുകൾ ഉണ്ടാവുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ തൊണ്ടയിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന മുഴകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രായമായിട്ടുള്ള പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വലുതായി അവിടെ ക്യാൻസർ ഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുർക്കുമിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമെല്ലാം കുർക്കുമിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ലിവർ ഫാറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെഡ്, കാഡ്മിയം പോലുള്ള ഹെവി മെറ്റൽസ് നമ്മുടെ ലിവറിൽ എത്തിപ്പെടുമ്പോൾ ഇതിനെ മെറ്റബോളൈസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും മഞ്ഞൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മദ്യപാനികളിൽ ഉണ്ടാകുന്ന ആൽക്കഹോൾ ഇൻടോക്സിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മഞ്ഞൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വിചാരിച്ച് 2 പെഗ് അടിച്ചിട്ടൊരു മഞ്ഞൾ കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതല്ല. ബൈൽ സെക്രീഷൻസിന് വേണ്ടിയിട്ടും മഞ്ഞൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പിത്തരസത്തിൻ്റെ സെക്രീഷന് വേണ്ടിയിട്ടും മഞ്ഞൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കോസ്മെറ്റിക് രംഗത്തുള്ള ഹെൽപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പണ്ട് കാലങ്ങളിലെല്ലാം സ്ത്രീകൾ കുളിക്കുമ്പോൾ മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു, മുഖത്തെല്ലാം മഞ്ഞൾ തേച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ബ്യൂട്ടിയും ഗ്ലോ എല്ലാം വർദ്ധിച്ചിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന് കോസ്മെറ്റിക് രംഗത്ത് ഒരുപാട് പ്രൊഡക്ട്സ്, മഞ്ഞളിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. മഞ്ഞളിൻ്റെ പൊടിയായിട്ട് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ക്രീം, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഇന്ന് ആധുനിക കാലത്ത് നമ്മുടെ പണ്ട് കാലങ്ങളിലുണ്ടാകുന്ന റെമഡീസ് എല്ലാം ഉപയോഗിച്ച്
അമേരിക്കൻ കമ്പനീസായിട്ടും ഇന്ത്യൻ കമ്പനീസായിട്ടും ഒരുപാട് കമ്പനികൾ ഒരുപാട് പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഹോം റെമഡീസ് ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമ്മുടെ ബ്യൂട്ടി വർദ്ധിപ്പിക്കാനും മുഖത്തിന് തിളക്കം വരുത്താനെല്ലാം സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മഞ്ഞൾ എടുക്കുക. 1 സ്പൂൺ മഞ്ഞൾ എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ചിട്ട് അതിലൊരു നാരങ്ങ പിഴിഞ്ഞ് ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ചാൽ ആക്നെ കുറയും, അതായത് മുഖക്കുരു കുറയും എന്നുള്ളതാണ്. റെമഡീസ് നമ്മുടെ മുത്തശ്ശിമാരോടോ അല്ലെങ്കിൽ അമ്മമാരോടോ എല്ലാം ചോദിച്ചാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു റെമഡി ഈ വീഡിയോക്ക് കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇത് ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മഞ്ഞൾ ഇമ്മ്യൂണിറ്റിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഞ്ഞൾ കഴിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും, അസുഖങ്ങളിൽ നിന്നെല്ലാം ഒരു വിട ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ദിവസം കറികളിലായിട്ടും മറ്റുള്ള രീതികളിലായിട്ടൊക്കെ നമ്മൾ ഒരുപാട് മഞ്ഞൾ കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. എന്നിട്ടും നമുക്ക് അസുഖങ്ങളൊന്നും മാറുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് മഞ്ഞൾ കഴിക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് മഞ്ഞൾ കഴിക്കേണ്ടത്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.